സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായേ നീക്ക് സായുജ്യം നൽകുമാരിയും നീ സത്യം ജ്ഞാനമാണെന്നും നീ തന്നെ വർത്തമാനവും അകവും പുറവും തിങ്ങും മഹിമാവാഴവിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ നിരാവരപരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും നിന്മഹസാവാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സമാരാധ്യനായ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, സംപൂജ്യനായ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ, ശ്രീമദ് ആത്മാനന്ദ സ്വാമികൾ, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്വാമി ചിദ്ഘനാനന്ദ ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, ചിദ്ഘനാനന്ദ സ്വാമികളുടെ 102ാമത് ജന്മദിന ആഘോഷത്തിലാണ് നാം എല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ അനുനിമിഷം അനുദിനം ധാരാളം ആളുകൾ ജനിക്കുകയും അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നിന്നും ധാരാളം ആളുകൾ മൺമറഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാവരെയും നാം ഇതുപോലെ ജന്മദിനത്തിലും സമാധി ദിനത്തിലുമൊക്കെ അനുസ്മരിക്കപ്പെടുക ഇല്ല. അവരവരുടെ ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് സാമൂഹിക പുരോഗതിക്ക് വേണ്ടി, സാമൂഹിക വളർച്ചയ്ക്ക് വേണ്ടി
ജീവിതം സമർപ്പണം ചെയ്തിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെയാണ് അവരുടെ കാലശേഷവും അനുസ്മരിക്കപ്പെടാറുള്ളത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ചിന്മയാനന്ദ സ്വാമികളുടെ ജീവിതവും പ്രവർത്തനവും വളരെയേറെ അനുസ്മരിക്കത്തക്കതായിരുന്നുവെന്ന് സ്വാമികളെ അറിഞ്ഞിട്ടുള്ള, സ്വാമികളെ മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി ആയി വന്ന സന്ദർഭത്തിൽ ഹ്രസ്വമായ ഒരു കാലം മാത്രമേ സ്വാമിയുമായി ബന്ധപ്പെടുവാനും സ്വാമിയുമായി പരിചയപ്പെടുവാനും സന്ദർഭം ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ എൻ്റെ സീനിയർ വിദ്യാർത്ഥികളുമായുള്ള അവരുമായി പകർന്നു നിന്ന അറിവ് വെച്ച് നോക്കുമ്പോൾ ഒരു ശ്രേഷ്ഠനായ ആചാര്യനായിരുന്നു ശ്രീമദ് ചിന്മയാനന്ദ സ്വാമികളെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആചാര്യ ശ്രേഷ്ഠൻ എന്ന നിലയിൽ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിലെ പ്രവർത്തനത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ, അദ്ദേഹം നൽകിയിട്ടുള്ള സഹായങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു എന്ന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സന്യാസി ശേഷവും ശ്രീനാരായണ ധർമ്മസംഘവും അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. 1986 ബ്രഹ്മവിദ്യാലയത്തിൽ ഞാൻ പ്രവേശിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം സ്വാമി സമാധി പ്രാപിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തെ സംബന്ധിച്ചുള്ള പ്രവർത്തനത്തെ മാത്രമല്ല, ഒരു പുരുഷായുസ് മുഴുവനും, അത് പൊതുജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും തൊഴിൽ രംഗത്തായാലും അധ്യാപനത്തിലായാലും എല്ലാ രംഗങ്ങളിലും സമൂഹത്തിൻ്റെ നന്മ, സമൂഹത്തിൻ്റെ വളർച്ച, ഈ സമൂഹത്തെ ദിശാബോധമുള്ള, ലക്ഷ്യബോധമുള്ള ഒരു സമൂഹമാക്കി വളർത്തിയെടുക്കുന്നതിൽ സ്വാമിജി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വിലപ്പെട്ടതാണ് എന്ന് സ്വാമിയുടെ ജീവിതവും പ്രവർത്തനവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു അധ്യാപകനായി ഔദ്യോഗിക ജീവിതം നയിക്കുമ്പോൾ തന്നെ ആധ്യാത്മിക രംഗങ്ങളിലുള്ള അതീവമായ ശ്രദ്ധ, സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും പ്രവർത്തനവും ഒക്കെ വളരെ വിലപ്പെട്ട വസ്തുതകളാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കഴിഞ്ഞ സ്വാമിയുടെ സ്മരണ ദിനത്തിൽ ഇവിടെ വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ പ്രദേശത്തെ സംബന്ധിച്ച്, പ്രദേശത്തിൻ്റെ സവിശേഷതയെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വതന്ത്ര മതേതര ഭാരതം സ്വപ്നം കാണുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് ജനിച്ച സ്വാമികൾ ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഏറെ ശ്രദ്ധേയമാണ്. അന്നത്തെ സംഭവ സാഹചര്യങ്ങൾ, അന്നത്തെ സാമൂഹിക പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില സങ്കുചിത വിഭാഗീയ ചിന്തകളുടെ ഫലമായി ഒട്ടേറെ വിഷമതകൾ, ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മാനവ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സങ്കുചിത വിഭാഗീയ ചിന്തകളൊന്നും ഏശാതെ എല്ലാവരും സഹോദര തുല്യം വാണരുളുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായി മറ്റ് വിദ്വേഷങ്ങളോ വെറുപ്പോ ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി ഉയരുവാനും വളരുവാനും ഈ പ്രദേശത്തിന് കഴിഞ്ഞു. അങ്ങനെ സാംസ്കാരിക സമ്പന്നമായ ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുവാൻ സ്വാമികൾക്ക് കഴിഞ്ഞു എന്നുള്ളത്.
അത് പിന്നീട് ജീവിതത്തിൽ പകർത്തുകയും അത് ജീവിതത്തിൻ്റെ സന്ദേശമായി ഏറ്റെടുക്കുകയും ഒരു പുരുഷായുസ് മുഴുവനും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളിൽ അദ്ദേഹം സ്പർശിച്ചിട്ടുള്ള സ്വാമികൾ കടന്നു ചെന്നിട്ടുള്ള എല്ലാ മേഖലകളെയും സമ്പന്നമാക്കുവാനും സമ്പുഷ്ടമാക്കുവാനും സ്വാമികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ സ്വാമികളെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സ്മരണകൾ അർത്ഥപൂർണമാക്കുവാൻ സ്വാമികളോടുള്ള കടപ്പാട് ആദരവ് പൂർണ്ണമാക്കുവാൻ സ്വാമികൾ ഉയർത്തിപ്പിടിച്ച മഹത്തായ ജീവിതത്തെയും ആ ജീവിത ദർശനത്തെയും ആ ജീവിത ശൈലിയുമെല്ലാം നമുക്ക് സ്വായത്തമാക്കി നമ്മുടെ ജീവിതവും അർത്ഥപൂർണമാക്കുവാൻ അർത്ഥസമ്പുഷ്ടമാക്കുവാൻ നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ആചരണങ്ങളുമെല്ലാം അത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആദരണീയനായ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളും അതുപോലെ തന്നെ ചിദാനന്ദപുരി സ്വാമികളും വളരെ വിശദമായി ആധ്യാത്മിക രംഗത്തെ ആധ്യാത്മിക പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായിരിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ വളരെ ആധികാരികമായി പ്രസംഗിക്കും എന്നുള്ളത് കൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിരൂപിക്കുന്നില്ല. ചിദാനന്ദ സ്വാമികളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിവാക്കൂടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായിനം ശ്രീനാരായണ വന്ദേ സർവമംഗളസിദ്ധയേ. ഓം നമഃ ശ്രീ ചിദ്ഘനാനന്ദ യതിവര്യ മഹാത്മനെ ശ്രീനാരായണ പ്രശിഷ്യായ ദേശികായ നമസ്തുതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സത്യ ജിജ്ഞാസുക്കളായ സദസ്യരെ, ഈ നവാബുകാര ജന്മദിന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമിജി അവരുടെ, ചിദ്ഘനാനന്ദ സ്വാമി അവാർഡ് ഏറ്റുവാങ്ങി ആധ്യാത്മിക പ്രഭാഷണം നടത്താൻ നിയുക്തനായിരിക്കുന്ന ആദരണീയനായ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമി അവരുടെ, നമ്മുടെ അടുത്തുള്ള ശിവശങ്കര ആശ്രമത്തിന്റെ മഠാധിപതി ബ്രഹ്മശ്രീ ആത്മാനന്ദ സ്വാമി അവരുടെ, ഭാരതീയ കാരുണ്യ സഹായ വിതരണത്തിന് വേണ്ടി ഉപഭോക്തനായിരിക്കുന്ന ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റ് ശ്രീ കെ ബാലകൃഷ്ണപിള്ള അവരുടെ, ഇവിടെ ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ആശംസാഭരിതമായ കൂട്ടുകാർ. ശ്രീനാരായണ ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യ പ്രശിഷ്യ പരമ്പരയിൽ അംഗമായിരുന്ന
ബ്രഹ്മശ്രീ ചിത്ഘനാനന്ദ സ്വാമിയുടെ 102ാമത് ജന്മദിനാഘോഷ പരിപാടിയിലാണ് നാം ഇവിടെ പങ്കുചേരുന്നത്. ഈ ക്ഷേത്രവും പരിസരവും ചിത്ഘനാനന്ദ സ്വാമിയുടെ പ്രസംഗ ധാരണ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാവർക്കും ഒരുപോലെ പരിചിതമായ ഒന്നാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകികൾ എന്ന് കവികൾ പാടിവെച്ചിട്ടുണ്ട്. ആ ഒരു തത്വത്തെ സ്വന്തം ജീവിത ദർശനമാക്കി മാറ്റിക്കൊണ്ട് ചിത്ഘനാനന്ദ സ്വാമികൾ 66 വർഷം ഈ ജനസമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി സമർപ്പിത ചേതസ്സായി നിന്ന് പ്രവർത്തിച്ചു എന്ന് ഇവിടെ ചേർന്നിരിക്കുന്ന നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ തടിക്ക് വേണ്ടി മാത്രം ജീവിതം തിരക്കല്ലേ, ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക, വംശവർദ്ധനവ് നടത്തുക എന്നുള്ള മൃഗീയമായ ധർമ്മം മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിതം നയിക്കാൻ പാടില്ല എന്ന് അന്ന് മാധവൻപിള്ള സാറ് ശിവഗിരിയിലെ ഓരോ ക്ലാസുകളിലും ആവർത്തിച്ച് പറയുമായിരുന്നു. 1970 ഏതാണ്ട് ജൂലൈ മാസത്തോടു കൂടിയാണ് സാറ് ശിവഗിരിയിൽ വന്ന് ബ്രഹ്മവിദ്യാലയത്തിന്റെ ആചാര്യനാകുന്നത്. അതുവരെയും ബ്രഹ്മവിദ്യാലയത്തിന്റെ മുഖ്യാചാര്യനായിരുന്നത് പ്രൊഫസർ M.H. ശാസ്ത്രികൾ, M. ഹരിഹരപുത്ര ശാസ്ത്രികൾ. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞങ്ങളൊക്കെ സംസ്കൃതവും വേദാന്ത വിദ്യയും പഠിച്ചു വന്നത്. 79 ശാസ്ത്രി സാറ് ബ്രഹ്മവിദ്യാലയത്തിൽ നിന്നും പിരിഞ്ഞതിനു ശേഷം പ്രൊഫസർ G. ബാലകൃഷ്ണൻ നായർ സാറ് ബ്രഹ്മവിദ്യാലയത്തിന്റെ മുഖ്യാചാര്യ പദവി ഏറ്റെടുത്തു. അങ്ങനെ ബാലകൃഷ്ണൻ സാറിന്റെ കീഴിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് G. മാധവൻപിള്ള സാറ് ശിവഗിരിയിൽ വന്നു ചേർന്നു. സാറിനെ ശിവഗിരിയിലേക്ക് കൊണ്ടുവരുന്നതിലും ആചാര്യനായി നിയോഗിക്കുന്നതിലുമൊക്കെ സാറിന് പൂർവാശ്രമത്തിൽ ബന്ധമുണ്ടായിരുന്ന നിഷ്കളാനന്ദ സ്വാമികൾ മാർഗദർശിയായി. അന്ന് നിഷ്കളാനന്ദ സ്വാമികൾ ശിവഗിരി മഠത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുകൂടാതെ ഒരു സർവേശ്വരാനന്ദ സ്വാമിയും. സർവേശ്വരാനന്ദ സ്വാമി മാധവൻ സ്വാമി എന്ന പേരിൽ പ്രശസ്തി നേടിയിരുന്നു. മാധവൻ സ്വാമി ഒരു പ്രഭാഷകനായിരുന്നു. മാധവൻപിള്ള സാറുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു മാധവൻ സ്വാമി. ഇവരെല്ലാം ഒന്നു ചേർന്ന് ഭാഗവത സപ്താദി ആധ്യാത്മിക യജ്ഞ പരിപാടികളിലും പ്രഭാഷണ പരിപാടികളിലും ഒക്കെ പങ്കെടുത്തിരുന്നു. നിഷ്കളാനന്ദ സ്വാമികൾ ശിവഗിരി ധർമ്മസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയപ്പോ കൂടെ ഉണ്ടായിരുന്ന മാധവൻ സ്വാമി ശിവഗിരിയിൽ നിന്നും സന്യാസം സ്വീകരിച്ച് സർവേശ്വരാനന്ദ സ്വാമി ആവുകയും നേരത്തെ പരിചയമുണ്ടായിരുന്ന മാധവൻപിള്ളയെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അങ്ങനെ ബ്രഹ്മവിദ്യാലയത്തിന്റെ ആചാര്യനായി അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. സാർ ആചാര്യനായി ശിവഗിരിയിൽ എത്തുമ്പോൾ
അന്ന് ബ്രഹ്മവിദ്യാലയത്തിന്റെ കാര്യദർശിയാണ് ഞാൻ ചെന്ന് സാറിനെ പാദം തൊട്ട് നമസ്കരിച്ചു. പുതിയ ആചാര്യന് കൂടുതൽ പരിചയപ്പെട്ടു. ശിവഗിരിയിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ബ്രഹ്മവിദ്യാലയത്തിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ക്ലാസ് ആരംഭിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയുണ്ട്, പിന്നെ ശാന്തി പാഠം, ഉപനിഷത്തിലെ ശാന്തി പാഠം, മന്ത്രങ്ങൾ, സഹനാമവധു തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കും. ക്ലാസ്സിന്റെ രീതി പറഞ്ഞു. ഗുരുദേവനെ സ്തുതിച്ചുകൊണ്ട് ശിവലിംഗസ്വാമി എഴുതിയ ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്ന് തുടങ്ങിയ പ്രാർത്ഥനകൾ ചൊല്ലും. അപ്പോ ഞാനൊരു പ്രാർത്ഥന എഴുതട്ടെ എന്ന് സാർ അഭിപ്രായപ്പെട്ടു. വളരെ സന്തോഷമായി. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് മഹാസമാധിയിലേക്ക് പോവാം. അന്ന് വിദ്യാർത്ഥിയായത് ഞാൻ സാറിനോടൊപ്പം ശിവഗിരി മഹാസമാധിയിലെത്തി. സാറാകട്ടെ ശിവഗിരിയിൽ എത്തുമ്പോൾ തന്നെ ഒരു മഞ്ഞ വസ്ത്രം മുണ്ട് വാങ്ങിയാണ് വന്നത്. ഒരു വെളുത്ത വെളിയിലുമുണ്ട്. അതിട്ട് മഹാസമാധി സന്നിധാനത്തിലെത്തി. കയ്യിൽ ചുരുട്ടി വെച്ചിരുന്ന ഒരു പേപ്പർ അവിടെ നിന്ന് വായിച്ചു. അതിലെ ഒരു പദ്യം, പ്രാർത്ഥനയ്ക്കായി എഴുതിയ പദ്യമാണ്. അന്നത്തെ രാത്രി ഇന്ന് എഴുതിയതാണ്. ആ പദ്യം ശിവഗിരിയിൽ ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിച്ചു. ആ പദ്യം ഇന്നും ശിവഗിരിയിലെ ബ്രഹ്മവിദ്യാലയത്തിൽ ക്ലാസ് ആരംഭിക്കുമ്പോഴും ശിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും അതുപോലെയുള്ള മറ്റ് യോഗങ്ങളും ഒക്കെ ആരംഭിക്കുമ്പോൾ സന്യാസിമാരും ബ്രഹ്മചാരികളും ചൊല്ലുന്ന ഒരു മന്ത്രം പോലെ ആ പദ്യം ഇങ്ങനെയാണ്: ഓം ശ്രീനാരായണ സദ്ഗുരു ഗുരുകൃപാവാരാന്നിധേ പാഹിനോ നാഥത്വത്പദ പങ്കജ സ്മൃതിമാൻ ശുദ്ധീകരുത്വഞ്ജസ ധർമ്മസ്ഥാപന കർമ്മലോലുപമദേ ത്വം ബ്രഹ്മരാധോ ഭവ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം നാരായണായാന്യുഹം. സാറ് ഈ മന്ത്രസദൃശ്യമായ വരികൾ എഴുതി ശിവഗിരിയിൽ സമർപ്പിച്ചത് ശ്രീനാരായണ ഭക്തലോകത്തിന്, ശിഷ്യ സമൂഹത്തിന് വലിയൊരു അനുഗ്രഹ വിശേഷമായി ഇന്നും ഗുരുസ്മരണം നിർവഹിക്കുമ്പോൾ ജപിക്കാറുള്ളത് ചിദാനന്ദ സ്വാമി എഴുതിയ ഈ പദ്യമാണ്. അന്ന് മഹാസമാധിയിൽ തൊഴുത് നമസ്കരിച്ചതിന് ശേഷം 10 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ബാലകൃഷ്ണൻ സ്വാമി വന്നു, മാധവൻപിള്ള സാർ വന്നു, അന്നൊരു ചക്രപാണി സാർ കൂടി ഉണ്ടായിരുന്നു. താമസിയാതെ തന്നെ ഒരു രാഘവൻ പിള്ള സാർ വന്നു. ബ്രഹ്മവിദ്യാലയത്തിൽ ക്ലാസ്സുകൾ ഇന്ന് നടക്കുമ്പോ മാധവൻപിള്ള സാറ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഗുരുദേവന്റെ കൃതികൾ, ഭാഗവതത്തിലെ ചില ഭാഗങ്ങള്, ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്യങ്ങള്, അതുപോലെ അലങ്കാര ശാസ്ത്രം, സംസ്കൃത പാഠങ്ങൾ തുടങ്ങിയവയാണ്. ഞാൻ ഏതാണ്ട് ഒരു വർഷവും ഏതാണ്ട് 8 മാസക്കാലവും സാറിന്റെ കീഴിൽ ഇരുന്ന് പഠിച്ചു. അതോടൊപ്പം ഗുരുനാഥനായ സ്വാമിയോടൊപ്പം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ശിവഗിരി മഠത്തിൽ നിന്നും ഒരു സംഘടന ആരംഭിച്ചിരുന്നു, ഗുരു ധർമ്മ പ്രചരണ സഭ.
ഗുരുദേവന്റെ ഫോട്ടോ അലങ്കരിച്ചു വെച്ച് പ്രതിജ്ഞ ചെയ്യണം, ഗുരു എന്റെ ജീവിതത്തിൽ ഞാൻ മദ്യം എടുക്കില്ല, കുടിക്കില്ല, കൊടുക്കില്ല. ഗുരുവിന്റെ ഏകലോക ദർശനം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും. ഈ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഗുരുധർമ്മ പ്രചരണ സഭ ഇന്ന് അതിന്റെ ഏതാണ്ട് 2000-ലേറെ യൂണിറ്റുകൾ ഇന്ത്യ ഒട്ടാകെ, ഇന്ത്യക്ക് വെളിയിലുമാണ്. ആ ഗുരുധർമ്മ പ്രചരണ സഭയുടെ കേന്ദ്ര സമിതിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ശ്രീ ശോഭനൻ മാസ്റ്റർ. മാധവൻ സാറിന്റെ ശിഷ്യനായി അന്ന് ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ താമസിയാതെ തന്നെ വന്ന് ചേർന്ന് പഠിച്ചയാളാണ് നമ്മുടെ ഈ നാട്ടുകാരനായ ശ്രീ ശോഭനൻ. ആ ഗുരുധർമ്മ പ്രചരണ സഭയുടേതായി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വെച്ച് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ആധ്യാത്മിക ശിബിരങ്ങൾ, പഠന ശിബിരങ്ങൾ നടക്കും. ഗുരുദേവ കൃതികളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും അതുപോലെയുള്ള ശ്രദ്ധേയമായ വിഷയങ്ങളുമാണ് പഠന വിഷയങ്ങൾ, പ്രഭാഷണ വിഷയങ്ങൾ. മാധവൻ സാറ് ഇതിലേതെങ്കിലും വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തും. ബാലകൃഷ്ണൻ സാറും പലപ്പോഴും ഉണ്ടാകും. ആ പ്രഭാഷണങ്ങൾ നടക്കുമ്പോൾ സാറിനോടൊപ്പം സഞ്ചരിക്കുവാൻ പലപ്പോഴും ഞാൻ നിയുക്തനായിട്ടുണ്ട്. സാർ പ്രത്യേകിച്ച് എന്നെ ക്ഷണിക്കുകയും ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ സാർ 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ പ്രഭാഷണങ്ങളാണ്. അടിസ്ഥാനപരമായ തത്വം ആത്മീയതയാണ്. ഭക്തിയോഗമാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. നമ്മുടെ ഈ ക്ഷേത്രം അടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ ഭാഗവത സപ്താഹങ്ങളും അതുപോലെ ആധ്യാത്മിക യോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് പഴക്കം ചെന്നിട്ടുള്ള സാറ് ഭക്തിയോഗത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആധ്യാത്മിക വിഷയങ്ങൾ അവതരിപ്പിക്കാറ്. പ്രത്യേകിച്ച് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പദ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്ലാസുകൾ എടുക്കും. ഉത്തമ ഭക്തനാര്, മധ്യമ ഭക്തനാര്, അധമ ഭക്തനാര്, ശരിയായ ഭക്തി എന്താണ്, ഇതൊക്കെ സവിസ്തരമായി പ്രതിപാദിക്കും. പശ്യതി സർവത്ര ഭഗവത്ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മൻ യേശ ഭാഗവതോത്തമ. സാർ പഠിപ്പിച്ചതാണ്. ആരാണ് ഉത്തമനായ ഭക്തൻ? ആരാണോ എല്ലാറ്റിലും ഈശ്വരീയതയെ ദർശിച്ചുകൊണ്ട് എല്ലാറ്റിലും ആത്മഭാവം കൈക്കൊണ്ടുകൊണ്ട് സ്വന്തം ആത്മചൈതന്യം ജഗത്തിലും ജഗത്തിന്റെ ചൈതന്യം ആത്മാവിലും ദർശിച്ചുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ നാനാത്വവും ദർശിച്ചുകൊണ്ട് കഴിയുന്നത് അദ്ദേഹത്തെ ഉത്തമനായ ഭക്തനാണ് എന്ന് പറയും. എഴുത്തച്ഛൻ യാതൊന്നു കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വത് നാരായണ അർച്ചനകൾ, യാതൊന്നത് ഹരിനാരായണായ നമ എന്ന് പാടി വെക്കുമ്പോ ഈ ഉത്തമനായ ഭക്തന്റെ സ്വരൂപം ദർശിക്കാൻ സാധിക്കും. സാർ പല വേദികളിലും ഈ ഭക്തിയോഗത്തിനെ തുടർന്ന് മധ്യമ ഭക്തൻ, അധമ ഭക്തൻ ഇതെല്ലാം വിശദമായി പ്രതിപാദിക്കും. ഒരിക്കൽ ഓച്ചിറയിൽ ഒരു പ്രഭാഷണത്തിൽ പോയി. സാർ ആധ്യാത്മിക വിഷയത്തെ അധികരിച്ചുകൊണ്ട് സുദീർഘമായ പ്രസംഗമാണ് നടത്തിയത്. ഏതാണ്ട് 2-2.5 മണിക്കൂർ നീണ്ടു. പ്രസംഗത്തിന്റെ ഒരു ഘട്ടം എത്തിയപ്പോ ശ്രോതാക്കളിൽ ഒരാളായ ഒരു ജിജ്ഞാസുവായിരിക്കാം, ഭക്തനായിരിക്കാം, അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എനിക്കൊരു സംശയം ചോദിക്കാനാണ്. അദ്ദേഹം പറഞ്ഞു, സാറിന് ദർശനമുണ്ട്.
അധ്യാത്മ ദർശനം അനുഭൂതി ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദ്യം. സാറിന് ദർശനം. അപ്പൊ സാറ് തിരിച്ചു ചോദിച്ചു, എന്ത് ദർശനം? ആധ്യാത്മിക ദർശനം, ആധ്യാത്മിക അനുഭൂതിയാണ്. അപ്പൊ സാറ് പറഞ്ഞു, ഞാൻ ബാല്യകാലം മുതൽക്ക് തന്നെ ആത്മീയ സാധനകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അധ്യാത്മിക വിഷയങ്ങളൊക്കെ കുറെയൊക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോഴുണ്ട് അദ്ദേഹത്തെ ആ ജിജ്ഞാസു സാറിനോട് വീണ്ടും ചോദിച്ചത്, അങ്ങേക്ക് ശാസ്ത്ര പഠനമുണ്ട്, ശാസ്ത്രബോധമുണ്ട്, അതല്ല അനുഭവമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. വാസ്തവത്തില് ഈ ചോദ്യകർത്താവ് തിരുവനന്തപുരത്തുള്ള ഒരു ആശ്രമത്തിലെ അന്തേവാസിയാണ്. സാറിന് നല്ല പരിചയമായി, ബോധമായി. സാറ് സകലവും സ്വരമൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് പറഞ്ഞു, ഇതൊരു പഠന ക്ലാസ്സാണ്. ഈ പഠന ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും ചുമതലയാണ്, കടമയാണ്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കും. പക്ഷെ അദ്ദേഹത്തിന് സാറിന് അനുഭവമുണ്ട് എന്ന് അറിയുക തന്നെ വേണം. സാർ അതിന് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും മേലാൽ ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കരുത് എന്ന് താക്കീത് ചെയ്തു. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാറ് ഓരോ സബ്ജക്റ്റുകളും ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കുമ്പോൾ ബാഹ്യബോധമൊക്കെ ഏതാണ്ടൊരു വിട്ട് ഒരു അധ്യാത്മ ലഹരിയിൽ ലയിച്ചിരുന്നുകൊണ്ടാണ് ക്ലാസ്സുകൾ വെക്കാറുള്ളത്. ബാഹ്യമായൊരു പ്രപഞ്ചബോധം തന്നെ വിട്ട് അധ്യാത്മ മാനസനായി അധ്യാത്മ ലഹരിയിൽ അമർന്നുകൊണ്ട് ലയിച്ചിരുന്ന് ക്ലാസ് എടുക്കുന്ന സാറിനോട് അങ്ങേക്ക് ദർശനമുണ്ടോ എന്ന് ചോദിക്കുന്നത് വാസ്തവത്തില് തികഞ്ഞ അപരാധമാണെന്ന് ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു മാധവൻപിള്ള സാറ്, ചിത്രാനന്ദ സ്വാമി. സാറിനോടൊപ്പം പല പ്രാവശ്യം ഇവിടെ സാറിന്റെ ഭവനത്തിൽ വരാനും താമസിക്കാനും ഒക്കെയുള്ള സന്ദർഭം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സാറിന്റെ മക്കള് നമ്മുടെ രാധാകൃഷ്ണനും ശ്രീകുമാറും നമ്മുടെ രാധാമണി ടീച്ചറും ഇവരെല്ലാവരുമായി സാറിന്റെ ഭാര്യ, അമ്മ ആയിട്ടൊക്കെ വളരെ അടുത്ത് പരിചയപ്പെടാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഏറെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാനും മാസങ്ങൾ സാറിന്റെ കൂടെ പഠിച്ചതിന് ശേഷം പിന്നീട് ഞാൻ സന്യാസം സ്വീകരിച്ചു. ശിവഗിരി മഠത്തിൽ നിന്നും സന്യാസം സ്വീകരിച്ച് പഠനം അവസാനിപ്പിച്ച് ഞാൻ മറ്റൊരു ആശ്രമത്തിന്റെ ചുമതലയിലേക്ക് പോയി. ആ ആശ്രമത്തിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോഴും ഞാൻ ശിവഗിരിയിൽ കൂടെ എത്തും. സാറിന്റെ ക്ലാസ്സിൽ പോയിരിക്കും. സാറ് പറയുന്നത് കേൾക്കുമായിരുന്നു. പിന്നീട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാമി സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നു. ശാശ്വതികാനന്ദ സ്വാമിയിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ചു. ഒരു ദിവസം മഹാസമാധിയിൽ തൊഴുത് പ്രാർത്ഥിച്ച് വെളിയിലേക്ക് കടന്നു വരുമ്പോ ഇന്ന് അരൂപാനന്ദ സ്വാമി എന്ന പേരിൽ മരുത്തോമല ആശ്രമത്തിന് ചുമതല വഹിക്കുന്ന ബ്രഹ്മചാരി രാധാകൃഷ്ണൻ അടക്കം 2-3 ബ്രഹ്മചാരികളുണ്ട്. അപ്പോ സാർ എന്നോട് ചോദിച്ചു, വിവേകാനന്ദ സ്വാമി പോലും ചെയ്യാത്ത ഒരു കാര്യം ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തിട്ടുണ്ട്.
സച്ചിദാനന്ദ സ്വാമിക്ക് പറയാമോ? ഞാൻ മൗനമായി നിന്നു. മറ്റുള്ള ബ്രഹ്മചാരികളോട് ചോദിച്ചു, അവരും മൗനമായി നിന്നു. അപ്പൊ സാറ് വികാരഭരിതനായി പറഞ്ഞു, ശിവഗിരിയിൽ മതമഹാപാഠശാല ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ചു. 7 വർഷ കോഴ്സോടുകൂടി ശിവഗിരിയിലെ വേദാന്ത പാഠശാല ഗുരുദേവൻ ശിലാസ്ഥാപനം ചെയ്ത് സമാരംഭിച്ചതാണ്. ഭാരതീയ വേദാന്ത വിഷയങ്ങളും ശാസ്ത്രങ്ങളും അതിനപ്പുറത്ത് ബൈബിളും ഖുറാനും ഒക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മതമഹാപാഠശാല എന്നുള്ള മഹിതമായ സങ്കല്പം മാധവൻപിള്ള സാറിനെ സംബന്ധിച്ച്, ചിദ്ധാനന്ദ സ്വാമിയെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദകരമായ ഒന്നായിരുന്നു. അവിടെ ചേർന്ന് പഠിപ്പിക്കുവാൻ സാധിച്ചത് ജന്മസുഹൃതമായി സാറ് കണക്കാക്കിയത്. ഇടയ്ക്ക് സാറ് ആഴ്ചയിൽ 1 വീതം ക്ലാസ് ഒരാഴ്ചക്കാലം തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ആണെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം സാർ ഇങ്ങോട്ട് മടങ്ങിപ്പോരും. ഇവിടെ വന്നതിന് ശേഷം കരിമ്പുഴ ആശ്രമത്തിലും അതുപോലെ മറ്റ് ആശ്രമങ്ങളിലൊക്കെ പോകും. ഒരിക്കൽ കൊട്ടാരക്കരയിലുള്ള വലിയൊരു ആശ്രമം, വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും പുഷ്ടിയും ഒക്കെയുള്ള ആശ്രമം. പക്ഷെ സന്യാസിമാരുടെ എണ്ണം വളരെ കുറവാണ്. മാധവൻപിള്ള സാറിനോട് പറഞ്ഞു, സന്യാസം സ്വീകരിച്ച് ഈ ആശ്രമത്തിന്റെ ചുമതല അന്ന് ഏറ്റെടുക്കണം. പക്ഷെ സാർ അതിന് തയ്യാറായില്ല. വലിയൊരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. പക്ഷെ അതില് സാറ് അതിൽ താല്പര്യമെടുത്തു. ശിവരിൽ നിന്ന് തന്നെ സന്യാസം സ്വീകരിക്കണം എന്നുള്ളത് സാറിന്റെ ഒരു നിഷ്ഠയായി. അതിനുള്ള കാരണം സാറിന്റെ അന്തരാത്മാവിൽ നിറഞ്ഞു നിന്ന ശ്രീനാരായണ ഗുരുദേവന്റെ തനിമയാർന്ന വേദാന്ത ദർശനമാണ്. ഗുരുദേവന്റെ കൃതികൾ ആത്മോപദേശ ശതകാന്തി കൃതികൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ കൃതികളിലെല്ലാം അടങ്ങിയിരിക്കുന്ന അധ്യാത്മ തത്വം വിശദീകരിച്ചുകൊണ്ട് വളരെ ആനന്ദമത്തനായി തീരുവാൻ സാറിന് പലപ്പോഴും സാധിച്ചു. ഗുരുദേവ കൃതികളിൽ പരിനിഷ്ഠിതമായ പാണ്ഡിത്യം ചിത്രാനന്ദ സ്വാമിക്ക് ഉണ്ടായി. ഗുരുദേവന്റെ കൃതികളോടൊപ്പം തന്നെ ഭഗവത്ഗീത സാറ് വ്യാഖ്യാനിക്കും. ഭഗവത്ഗീത ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സന്ദർഭത്തില് ഭഗവത്ഗീതയുടെ ധ്യാനം പാഠായ പ്രതിബോധിതം എന്ന് തുടങ്ങുന്ന ധ്യാനം ദിവസവും എന്നെ ശിവഗിരി ചൊല്ലും. അപ്പോ സാറ് പറഞ്ഞു, ഈ ധ്യാനം മാത്രം ചൊല്ലിയാൽ പോരാ, ഒരു ദേവി സ്തുതി കൂടിയുണ്ട്. ആ ദേവി സ്തുതി കൂടി ദിവസവും ചൊല്ലണം. എങ്കിൽ മാത്രമേ പൂർണ്ണതയെ പ്രാപിക്കൂ. മാത്രമല്ല, ആ ദേവി സ്തുതി കൂടി ഉൾപ്പെടുത്തി ഭഗവത്ഗീതയിലെ മന്ത്രങ്ങൾ മാത്രം, പദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഒരു ലഘു ഗ്രന്ഥം സാറ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിന്റെ കോപ്പി നാടെങ്ങും വിതരണം ചെയ്തതിലും സാറിന് വലിയ ശ്രദ്ധയായിരുന്നു. ശങ്കരാചാര്യരുടെ പല കൃതികളും ക്ലാസ്സിൽ പഠിപ്പിച്ചു. ആത്മാനാത്മവിവേചനം പഠിപ്പിച്ചപ്പോൾ സാർ അതിന് ലഘുവായ വ്യാഖ്യാനം കൂടി എഴുതി. ആ വ്യാഖ്യാന ഗ്രന്ഥം ശിവഗിരി മഠത്തിൽ നിന്നും പ്രസാധനം ചെയ്തിട്ടുണ്ട്. സാറിന്റെ അന്തരാത്മാവിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനോടുള്ള, പരമാത്മാവിനെ പരമഗുരുവായി ദർശിച്ചുകൊണ്ടുള്ള സാറിന്റെ വ്യാഖ്യാനങ്ങളും നിലപാടുകളും ഒക്കെ പ്രത്യേകം ശ്രദ്ധേയമായി. പക്ഷെ അതോടൊപ്പം തന്നെ
ഒരു ദേവി ആരാധന, ശ്രീവിദ്യ ഉപാസന അടക്കം സാർ അതിൽ ശ്രദ്ധിച്ചു. ശിവഗിരിയിൽ ശാരദയെ പ്രതിഷ്ഠിച്ചു. ആ ശാരദാദേവിയെ സ്തുതിച്ചുകൊണ്ട് കുമാരനാശൻ എഴുതിയ ശാരദാഷ്ടകം 8 സംസ്കൃത ശ്ലോകങ്ങളാണ്. അതിമനോഹരമായ അതിഗംഭീരമായ സ്തുതിയാണ് കുമാരനാശൻ എഴുതിയ ശാരദാഷ്ടകം. ആ ശാരദാഷ്ടകത്തിലെ ഒരു വരി കേട്ടപ്പോൾ ഗുരുദേവൻ തന്നെ മൊഴിഞ്ഞത്, കുമാരൻ ഇവിടെ കാളിദാസനെയും അതിശയിക്കുന്നുവല്ലോ എന്നാണ്. സംവിധ ഔപനിഷദീ നിധീയസേ എന്നുള്ള ഭാവം ചൊല്ലിപ്പോയി. അങ്ങനെ ശ്രദ്ധേയമായിരിക്കുന്ന ശാരദ അഷ്ടകത്തിന് സാർ എഴുതിയ മനോഹരമായ വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ശിവഗിരി മഠത്തിൽ നിന്നും പ്രസാദനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ചിത്രാനന്ദ സ്വാമിയുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ തന്നെ ഏർപ്പെടുത്തി പ്രവർത്തിക്കണം. ഞാനിതിൻ്റെ ഭാരവാഹികളോട് നിർബന്ധമായി പറഞ്ഞു. അവരിത് സ്വീകരിക്കുകയും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തുവല്ല. ഞാൻ പറയുന്നു, സാറിൻ്റെ ഈ ഗ്രന്ഥങ്ങൾ ഈ ഫൗണ്ടേഷൻ അച്ചടിച്ച് പ്രസാദനം ചെയ്യും. ആ മഹാത്മാവിനോട് കാട്ടാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ ഗുരുത്വം അതാണ്. സാറിൽ ശ്രീനാരായണ ഗുരുദേവ ഭക്തി ശക്തമാകുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയത് മറവൂർ ഭാസ്കരൻ നായർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭാസ്കരാനന്ദ സ്വാമിയാണ്. മറവൂർ ഭാസ്കരൻ നായർ, നിങ്ങൾ ഈ പ്രദേശത്തുള്ളവർക്ക് അദ്ദേഹത്തെ നല്ലവണ്ണം പരിചയമാണ്. ഇവിടെ അടുത്താണല്ലോ അദ്ദേഹത്തിന്റെ ഭവനം. ഈ മറവൂർ ഭാസ്കരൻ നായർ ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതും ഗുരുദേവനോടൊപ്പം കഴിഞ്ഞതും ഗുരുദേവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചതും അദ്ദേഹത്തിന് ഗുരുവിന്റെ കരസ്പർശം കൊണ്ട് സവികൽപ്പ സമാധി ഉണ്ടായതും അതിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം കവിത എഴുതിയതും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. മറവൂർ ഭാസ്കരൻ നായർക്ക് ഗുരുദേവൻ ഒഴിവിലൊടുക്കം മുഴുവനും വ്യാഖ്യാനിച്ചു കൊടുത്തതും അത് ശ്രവണം ചെയ്തതിന് ശേഷം മറവൂർ ഭാസ്കരൻ നായർ ഒഴിവിലൊടുക്കം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും അത് ഗുരുദേവനെ വായിച്ചു കേൾപ്പിച്ചതും പിന്നീട് ഗ്രന്ഥമായി പ്രസ്തുതം ചെയ്തതുമൊക്കെ സുവിദിതമായ കാര്യമാണ്. ശ്രീനാരായണ ഗുരുദേവനിൽ സമർപ്പണം ചെയ്യപ്പെട്ട ഒരു മഹാഭക്തനായിരുന്നു ഈ മറവൂർ ഭാസ്കരൻ നായർ. പിന്നീട് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ഭാസ്കരാനന്ദ സ്വാമിയായി. ഈ പ്രദേശങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് ഗുരുദേവന്റെ ജയന്തി ആഘോഷവും ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണവും ഒക്കെ ഗംഭീരമായി നടത്തുന്നതിൽ ഭാസ്കരാനന്ദ സ്വാമി ഏറ്റവും മുമ്പിലായി. ദശമീതി യോഗമോ അതുപോലെയുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോ ഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ള പരിപാടികളൊക്കെ നടത്തുന്നതിന് മുൻപ് തന്നെ ഭാസ്കരാനന്ദ സ്വാമി ഗുരുദേവ സന്ദേശ പ്രചരണത്തിൽ ദത്തശ്രദ്ധനായി കഴിഞ്ഞിരുന്നു. ആ ഭാസ്കരാനന്ദ സ്വാമി ജി മാധവൻ പിള്ളയ്ക്ക് മാർഗദർശിയായി. അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് വേദാന്ത വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനും സാധനം ചെയ്യുവാനും ഒക്കെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഭാസ്കരാനന്ദ സ്വാമിയോടൊപ്പം മാധവൻ പിള്ള സാറ് ഏറെ സഞ്ചരിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സമീപത്തുള്ള ശിവശങ്കര ആശ്രമം, ആ ശിവശങ്കര ഗുരുനാഥൻ ഒരു അധ്യാത്മ ഗുരുവായി. ആ അധ്യാത്മ ഗുരുവിന്റെ നാമധേയത്തിലുള്ള ഈ ആശ്രമത്തിൽ അവിടുത്തെ ഇന്നത്തെ മഠാധിപതി സ്വാമി ഇവിടെ വേദിയിൽ ഇരിപ്പുണ്ട്. സാറ് ആ ആശ്രമത്തിലെ ഒരു ആചാര്യനെ ആ ആശ്രമം കേന്ദ്രീകരിച്ച് അധ്യാത്മ ക്ലാസുകൾ നടത്താനും സത്സംഗങ്ങൾ സംഘടിപ്പിക്കുവാനും ഒക്കെ സാറ് അതിനുവേണ്ടി നിലകൊണ്ടു. ചിത്രാനന്ദ സ്വാമിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ചിത്രാനന്ദ സ്വാമിയുടെ ഏറ്റവും വലിയ സവിശേഷത ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിതം നയിക്കുകയും
അധ്യാത്മ തത്വം സ്വജീവിതത്തിൽ സംശീകരിച്ച് ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അധ്യാത്മ സാധനയിലൂടെ അദ്ദേഹം ജീവിച്ചു. അത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാത്രം മാറ്റാതെ ജനസേവനം ചെയ്ത് സമൂഹത്തിലും ആ സന്ദേശത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് അധ്യാത്മ മാർഗത്തിലേക്ക് സാധാരണക്കാരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ത്യാഗനിർഭരതയോടുകൂടി ചിദ്ഘ്നാനന്ദ സ്വാമികൾ പ്രവർത്തിച്ചു. ഈ കൊട്ടാരക്കര പ്രദേശത്ത് നിന്നും രാഘവൻ പിള്ള വക്കീൽ അടക്കമുള്ള എത്രയോ ആളുകളെ ശിവഗിരിയിൽ വരുത്തുകയും അവിടെ ഇരുന്ന് വേദാന്ത ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. ആറ്റുവാശ്ശേരി നാണുവാശാൻ എൻ്റെ ശിവഗിരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അധ്യാത്മ വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്തിയതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു അധ്യാത്മ ചിന്ത മഗ്ന ലഹരി മാനസനായി ജീവിച്ച ഒരു പുണ്യാത്മാവാണ് ചിദ്ഘ്നാനന്ദ സ്വാമി. ഏറ്റവും സന്തോഷാവഹമായ കാര്യം, സാധാരണ ഇങ്ങനെയുള്ള അധ്യാത്മ പുരുഷന്മാർ ജീവിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിയുമ്പോൾ അവര് വിസ്മൃതിയിലാണ് പോകും. അവരെ സ്മരിക്കുവാൻ വേണ്ടവണ്ണം സമൂഹത്തിന് സാധിച്ചു എന്ന് വരില്ല. ഇപ്പൊ നമ്മുടെ ഈ ഭാസ്കരാനന്ദ സ്വാമി ഏതാണ്ട് അതേപോലെയാണ്. സ്മരിക്കുവാൻ കാര്യമായ സ്മരണകളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒഴിവിലടക്കമുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഗുരുദേവനെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഗുരുദേവൻ അരുളി ചെയ്തു, സാഹിത്യം കൂടി പരിചയമുള്ള ഒരാളെ വായിച്ചു കേൾപ്പിക്കണം, തോന്നക്കിലിൽ പോയി കുമാരനാശാനെ കാണണം, ആശാനെ വായിച്ചു കേൾപ്പിക്കണം. അങ്ങനെ വായിച്ചു കേൾപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത തിരുത്തി കൊടുത്തിട്ടുണ്ട്. പഞ്ചദശി അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു മഹാത്മാവായിരുന്നു ഭാസ്കരാനന്ദ സ്വാമി. പക്ഷെ ഇന്ന് അദ്ദേഹം വിസ്മൃതിയുടെ കയത്തിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. പുതിയ സമൂഹത്തിന് അറിഞ്ഞുകൂടാ. പക്ഷെ ചിദ്ഘ്നാനന്ദ സ്വാമി ഇപ്പോഴും സ്മരണാർഹരായി നിലകൊള്ളുന്നു. സ്വാമിയുടെ പേരിൽ ചിദ്ഘ്നാനന്ദ സ്വാമി ഫൗണ്ടേഷൻ രൂപപ്പെടുത്തി ഇപ്പം മഹാസമാധി പ്രാപിച്ചിട്ട് 37 വർഷമായിരിക്കും. സ്വാമി അസുഖമായിരിക്കുമ്പോൾ നാവിലെ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടായി. സ്വാമിയെ അവസാനമായി ഞാൻ കാണാൻ വന്ന് ഗ്രഹത്തിൽ ശിവഗിരിയിൽ നിന്ന് ഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ വന്ന് കണ്ടപ്പോൾ നാരായണ എന്നുറക്കെ ഷാട് ചൊല്ലുക. ആവർത്തിച്ച് അത് മാത്രം എഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരുന്ന വലിയ ശരീരം നാരായണ നാരായണ ഇതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്ന ആ ശബ്ദമാണ് എൻ്റെ കാതുകളിൽ മുഴങ്ങി നിൽക്കുന്നത്. പിന്നീട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞില്ല, ഞാനന്ന് മധുരയിലെ ആശ്രമത്തിൻ്റെ ചുമതലയിലാണ്. ഒരു ടെലഗ്രാം കിട്ടി, ചിദ്രുവാനന്ദ സ്വാമികൾ സമാധിയായി. ശിവഗിരി ധർമ്മസംഘത്തിൻ്റെ സെക്രട്ടറിയാണ് ചിദ്രുവാനന്ദ സ്വാമി. ഞങ്ങൾ ഉടൻ തന്നെ അവിടെ മറ്റുള്ള സന്യാസിമാരെയും കൂട്ടി ശിവഗിരിയിലെത്തി. അപ്പോഴാണ് ചിദ്രുവാനന്ദ സ്വാമി അല്ല, അദ്ദേഹം ചെറുപ്പക്കാരനാണ്, ഞങ്ങളോടൊപ്പം പഠിച്ച ആളാണ്. ചിദ്ഘ്നാനന്ദ സ്വാമിയാണ് സമാധിയായെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ആ ഒരു നഷ്ടം, 66 വയസ്സ് എന്ന പ്രായമാണ്, വലിയ നഷ്ടം. അധ്യാത്മ ലോകത്തിന് സംഭവിച്ച നഷ്ടം, കേരളത്തിൽ സംഭവിച്ച നഷ്ടം, ശിവഗിരിക്ക് സംഭവിച്ച നഷ്ടം, ശ്രീനാരായണ പ്രസ്ഥാനത്തിന് സംഭവിച്ച നഷ്ടം, അത് നികത്താനാവാത്ത നഷ്ടം. ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തി മക്കളും ബന്ധുമിത്രാദികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് എത്രയും അനുഗ്രഹപ്രദമാണ്. ഇതിന് അവാർഡ് എല്ലാ വർഷവും നൽകുവാൻ തീരുമാനിച്ചു. സാറിൻ്റെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ആദ്യത്തെ അവാർഡ് എനിക്ക് നൽകുവാനാണ് ഫൗണ്ടേഷൻ തീരുമാനിച്ച് കഴിഞ്ഞ വർഷം അത് നൽകപ്പെട്ടു. ഈ പ്രാവശ്യം നമുക്കത് നൽകുവാൻ സാധിക്കുന്നത്
ചിദാനന്ദപുരി സ്വാമികൾക്കാണ്. എല്ലാം കൊണ്ടും അർഹനായ വ്യക്തിയാണ് ചിദാനന്ദപുരി സ്വാമി. അദ്ദേഹം കേരളക്കരയിൽ ഗ്രാമാന്തരം സഞ്ചരിക്കുകയും ഇന്ത്യയുടെ നാനാ പ്രദേശങ്ങളിലും ഇന്ത്യക്ക് വെളിയിലുമെല്ലാം സഞ്ചരിച്ച് അധ്യാത്മ വിഷയങ്ങളും സനാതന ധർമ്മവും പ്രചരിപ്പിച്ച് ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹനീയ ചരിതനാണ്. ഭാരതത്തെയും ലോകത്തെയും സംബന്ധിച്ച് മഹാത്മാക്കൾ വിവേകാനന്ദ സ്വാമികളും രംഗനാഥാനന്ദ സ്വാമികളും അതുപോലെ ഗുരു നിത്യ ചൈതന്യയതി തുടങ്ങിയ മഹാത്മാക്കളും ഭാരതമൊട്ടാകെയും ലോകമൊട്ടാകെയും സഞ്ചരിച്ച് ഭാരതത്തിൻ്റെ അധ്യാത്മ തത്വങ്ങൾ വിളംബരം ചെയ്ത മഹാത്മാക്കളാണ്. ഇപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മഹനീയനാണ് ചിദാനന്ദപുരി സ്വാമികൾ. സ്വാമിയുടെ ആശ്രമം കോഴിക്കോട് കുളത്തൂരാണ്. അവിടെ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. നിരവധി ശാഖാസ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്നും ഒരു മാസിക സ്വാമി പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. അനവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലാസുകൾ അദ്ദേഹം നടത്തിപ്പോരുന്നു. അങ്ങനെ അധ്യാത്മ ദർശനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പണം ചെയ്ത് ജീവിക്കുന്ന ചിദാനന്ദപുരി സ്വാമികൾക്ക് ചിദ്ഘനാനന്ദ സ്വാമിയുടെ പേരിലുള്ള ഈ അവാർഡ് നൽകുമ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചിദ്ഘനാനന്ദ സ്വാമി തന്നെയായിരിക്കും. ചിദാനന്ദപുരി സ്വാമികളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ചിദ്ഘനാനന്ദ സ്വാമിയുടെ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തുറന്നു തന്ന അധ്യാത്മ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ എല്ലാവരും ദത്തശ്രദ്ധരായിരിക്കണമെന്ന് മാത്രം ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം സമുദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.